നമസ്കാരം, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു മസാലയുടെ റെസിപ്പിയാണ്. നമ്മൾ മസാല ദോശയിലേക്കൊക്കെ ഉണ്ടാക്കുന്ന മസാല, നല്ല ടേസ്റ്റി ആയിട്ടുള്ള മസാല ദോശ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന മസാല റെസിപ്പിയാണ്. അപ്പോൾ ഈ മസാലയുടെ റെസിപ്പിയിലോട്ട് നമുക്ക് പോവാം. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യാൻ മറക്കരുത്. റെസിപ്പിയിലോട്ട് പോവാം. ഈ മസാല ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 3 ഉരുളക്കിഴങ്ങും 2 സവാളയും എടുത്തിട്ടുണ്ട്. ഇത് തൊലിയൊക്കെ കളഞ്ഞ് കഴുകി എടുത്തതാണ്. ഇതിനെ നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇപ്പൊ ഇത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിന്റെ കൂടെ 3 പച്ചമുളകും 2 ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 5-6 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇനി അതും കൂടെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കണം. അപ്പോൾ പച്ചമുളക് നീളത്തിൽ കീറിയിടാം. അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ടൊന്ന് കൊത്തി അരിഞ്ഞു കൊടുക്കാം. മസാല ദോശയിലേക്ക് മസാല ഉണ്ടാക്കുമ്പോൾ അതിൽ ക്യാരറ്റും കൂടെ ഇട്ടാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ആദ്യം ഞാൻ ക്യാരറ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഭയങ്കര മധുരം കൂടാതിരിക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു ക്യാരറ്റ് എടുക്കുന്നുള്ളൂ, ചെറിയൊരു ക്യാരറ്റ്. അപ്പോൾ കൂടുതലായി പോയാൽ ചിലപ്പം ഭയങ്കര മധുരമായിരിക്കും മസാലയ്ക്ക്. അപ്പോൾ അത് കണക്കാക്കിയിട്ടൊക്കെ എടുക്കുക. അപ്പോൾ അതും കൂടെ അതുപോലെ പൊട്ടറ്റോ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ സൈസിനൊക്കെ തന്നെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മസാല റെഡിയാക്കാം. അതിനായിട്ട് കുക്കറാണ് അടുപ്പിൽ വെക്കുന്നത്. കുക്കർ ചൂടാകുമ്പോൾ അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിന് വെളിച്ചെണ്ണയാണ് നല്ലത്. മസാല ഉണ്ടാക്കാനായിട്ട് വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് ആയിരിക്കും നന്നാവുക, സൺഫ്ലവർ ഓയിലൊക്കെ ഉപയോഗിക്കുന്നതിനേക്കാളും. അപ്പം അതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് കടുക്, വറ്റൽമുളക്, കറിവേപ്പില ഇതെല്ലാം ഇട്ട് കൊടുക്കാം. ഉഴുന്നുപരിപ്പ് കൂടെ ചേർക്കണം കേട്ടോ, അത് മറക്കരുത്. മസാലയ്ക്ക് നല്ല ടേസ്റ്റി ആവാനായിട്ട് ഉഴുന്നുപരിപ്പ് ചേർത്താൽ നല്ലതാണ്. എന്നിട്ട് പിന്നെ അതൊന്ന് ചൂടായതിനു ശേഷം നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള എല്ലാം കൂടെ ഒരുമിച്ച് തന്നെ ഇട്ട് കൊടുക്കാം. സവാളയും ഉരുളക്കിഴങ്ങും ക്യാരറ്റും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളി ഇതെല്ലാം കൂടെ നമ്മൾ ഒരുമിച്ച് തന്നെയാണ് ഇടുന്നത്. ആദ്യം സവാള വാട്ടിയെടുക്കുക, അങ്ങനെയൊന്നും ചെയ്യണ്ട. സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാം. അപ്പം ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മതി, ഒരുപാട് സമയമൊന്നും വേണ്ട. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇത്തിരി സമയം ഒന്ന് ഇളക്കി കൊടുക്കുക. അതൊന്ന് വാടി വരുമ്പോൾ തന്നെ അതിലേക്ക് നമുക്ക് ഇത്തിരി മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. പിന്നെ അതിന് ശേഷം ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്തിട്ട് നമുക്ക് അടച്ചു വെച്ച് വെയിറ്റ് ഇട്ടതിന് ശേഷം ഒരു 2-3 വിസിൽ വരുത്താം. അപ്പൊ ചെറുതായിട്ടൊന്ന് വാടിയതിന് ശേഷം മഞ്ഞൾപ്പൊടി ഇടാവൂ. ആ മഞ്ഞൾപ്പൊടി ഇടുന്നത് ഒരു 1/2 ടീസ്പൂൺ മുതൽ 1/4 ടീസ്പൂൺ വരെ ഇട്ടാൽ മതി. അധികമായി പോയാൽ മഞ്ഞൾപ്പൊടിയുടെ ഒരു വല്ലാത്തൊരു ഫ്ലേവർ കാണും. അപ്പോൾ അത് ഇല്ലാതിരിക്കാനായിട്ട് ഒരു 1/2 മുതൽ 1/4 ടീസ്പൂൺ ഇടുക. ഒരു ലൈറ്റ് കളർ മസാല തന്നെയാണ് നമുക്ക് മസാല ദോശയുടെ കൂടെയൊക്കെ ഉണ്ടാവാറ്. പിന്നെ എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇട്ടിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. എന്നിട്ട് നമുക്ക് ഇത് വെന്ത് കിട്ടുന്നവരെ, വിസിൽ വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോഴും ശ്രദ്ധിക്കണം, ഒരുപാട് വെള്ളം ഒഴിക്കരുത്. ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതിയാവും. അപ്പോൾ നമ്മൾ വിസിൽ വരുമ്പോൾ അത് കരിഞ്ഞു പോകരുത്. വെള്ളം വറ്റുന്ന അത്രയും സമയത്തേക്ക് ഇത് വേവിക്കാൻ പാടില്ല. അപ്പോൾ ഒരു 1/4 ഗ്ലാസ്, 1/2 ഗ്ലാസ് ഒഴിച്ചാൽ കൂടിപ്പോൾ ഒരു 1/4 ഗ്ലാസ് വെള്ളത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ. എന്നിട്ട് പിന്നെ അത് അടച്ചു വെച്ച് വേവിക്കുക. അപ്പോൾ നമുക്ക് ഇപ്പോൾ പൂരിയിലേക്കൊക്കെ നമ്മൾ മസാല ഉണ്ടാക്കുന്നതും ഇതേ ഒരു രീതി തന്നെയാണ്. പക്ഷെ അതിന് ഇത്തിരി കൂടെ വെള്ളം വേണം. പൂരിയിലേക്ക് നമ്മൾ ഇത്തിരി ലൂസായിട്ടുള്ള ഭാജി ആയിട്ടാണ് ഉണ്ടാക്കാറ്. അപ്പോൾ അതാണെങ്കിൽ ഒരു 1/2 ഗ്ലാസ് ഒക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിൽ വെള്ളാണ്ട് വെള്ളം വറ്റിക്കുകയും വേണ്ട. ഇപ്പം ഇത് വിസിലൊക്കെ വന്ന് നന്നായിട്ട് ആവിയൊക്കെ പോയിട്ടുണ്ട്. ഞാൻ തുറന്ന് നോക്കുകയാണ്. അപ്പോൾ കുറച്ചുകൂടെ വെള്ളം ഉണ്ട്. അപ്പോൾ നമുക്ക് ഇത്തിരി നേരം കൂടെ ഒന്ന് വേവിച്ചിട്ട് വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം. ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ കറക്റ്റ് ആണോ നോക്കാം കേട്ടോ. ഇത്തിരി വെള്ളമുണ്ട്, അതൊന്ന് വറ്റിച്ചെടുക്കുക. അതുപോലെ തന്നെ വേവൊക്കെ ഇപ്പം കറക്റ്റാണ്. ഈ പൊട്ടറ്റോ ഒന്ന് നന്നായിട്ട് അലിഞ്ഞു പോവരുത്, ഇതേപോലെയൊക്കെ നിൽക്കണം. കുറച്ച് മാത്രം ഒന്ന് ഉടച്ചെടുത്താൽ മതി, ഒരുപാട് അങ്ങ് പേസ്റ്റ് പോലെ ആക്കണ്ട. ഏകദേശം വെള്ളമൊക്കെ ഒന്ന് വറ്റി ഇതായതിനു ശേഷം അവസാനമായിട്ട് നമുക്ക് കുറച്ച് ഗരം മസാലയും കൂടെ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ഗരം മസാല ഇട്ട് കൊടുക്കുക. ഒരുപാടായി പോകരുത്, അപ്പോൾ ഒരു കയ്പ്പ് ടേസ്റ്റ് വരും. ഒരു 1/2 ടീസ്പൂണൊക്കെ ഇട്ട് കൊടുത്താലും മതി. അതിൻ്റെ കൂടെ തന്നെ മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പം നല്ലൊരു ഫ്ലേവർ വരും. ആ മല്ലിയിലയുടെ ഫ്ലേവറൊക്കെ വരുമ്പോൾ ഈ മസാലയ്ക്ക് നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഇത് ഇത്രയും മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ആഫ്രിക്കൻ മല്ലിയാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മല്ലിയില ആയാലും കുഴപ്പമില്ല.
ഇപ്പം നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് വേണമെങ്കിൽ ദോശയ്ക്ക് അകത്ത് ഫില്ലിംഗ് ആയിട്ട് വെച്ചിട്ട് കഴിക്കാം, അല്ലാതെ സെപ്പറേറ്റ് ആയിട്ട് ഒരു ബൗളിൽ വെച്ചിട്ട് ദോശയുടെ കൂടെ അങ്ങനെ വേണമെങ്കിലും സെർവ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് സാധാരണ മസാല ദോശയുടെ കൂടെയുള്ള നല്ലൊരു കോമ്പിനേഷനാണ് വെള്ള ചട്നി. ആ വെള്ള ചട്നിയുടെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ മസാല ദോശയും ഈ വെള്ള ചട്നിയും സാമ്പാറും എല്ലാം കൂടെ ഉള്ളൊരു കോമ്പിനേഷൻ നല്ല കോമ്പിനേഷനാണ്. ദോശയിലേക്ക് ഉണ്ടാക്കുന്ന സാമ്പാറിൻ്റെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട് നേരത്തെ, അതിൻ്റെ ലിങ്ക് കൂടെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. കാണാത്തവരൊക്കെ ആ വീഡിയോ കൂടെ ഒന്ന് പോയി കാണുക. ഇത് ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ മസാല ദോശ അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഈ ദോശയുടെ റെസിപ്പി ഞാൻ അടുത്ത് തന്നെ വീഡിയോ ഇടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതിൻ്റെ കൂടെ തന്നെ ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുള്ളതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിലും എന്തായാലും നമ്മുടെ വീഡിയോയിൽ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ, താങ്ക് യു.